അണ്ണാ, എന്തെങ്കിലും തരണേ. ചേച്ചി, എന്തെങ്കിലും തരണേ. ചേട്ടാ, അണ്ണാ, ചേച്ചി, എന്തെങ്കിലും തരണേ. അണ്ണാ, ചേട്ടാ, എന്തെങ്കിലും തരണേ. ചേച്ചി, എന്തെങ്കിലും തരണേ. നിങ്ങൾക്ക് എന്തെങ്കിലും തരണേ. ചേട്ടാ, ചേച്ചി, ചേട്ടാ, നിങ്ങൾക്ക് വിശക്കുന്ന കേട്ടോ. എന്തെങ്കിലും തരണേ. ഹലോ. ആ, ഞാനെത്താം. ആ, ഞാൻ എന്താ വരിക? സാർ, രാവിലെ മുതൽ ഈ കുഞ്ഞിനെ ഇങ്ങനെ വെയിലത്ത് കിടത്തിയിരിക്കുകയായിരുന്നു. പൊള്ളിയ കാലുമായിട്ട് ഈ പൊരുവെയിലത്ത് തളർന്നെടുക്കുന്ന ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടാ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ വന്നു നോക്കിയപ്പോ ഈ കുഞ്ഞ് വേദന കൊണ്ട് പിടയായിരുന്നു. മോൻ പേടിക്കണ്ട, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ, ധൈര്യമായിട്ട് വന്നോളൂ. വാ. അതെ, ഈ കുട്ടി ഇതുപോലെ പൊള്ളിച്ച് ഭിക്ഷ എടുപ്പിച്ച് കൊല്ലാതാക്കി നിന്നേക്ക് എന്താ ചെയ്യണമെന്നറിയാവോ? എന്താണ് അവിടെ ഒരു ബഹളം? ഈ കുട്ടിയെ പൊള്ളിച്ച് ഈ കോലത്തിലാക്കി സർ. ഇവരില്ലെങ്കിൽ നിങ്ങൾക്കിത് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും നാൾ നിങ്ങളോടൊപ്പം ജീവിച്ചില്ലേ, ഇനി അവർ നന്നായി ജീവിക്കട്ടെ. പോ പോ പോ. കുട്ടിയുടെ കാല് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്, പഴുപ്പുണ്ട്. ചിലപ്പോ ഭേദപ്പെട്ട് കഴിയുമ്പോ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നേക്കും. ഡോക്ടറെ കൊടുക്കാവുന്ന നല്ല ചികിത്സകളെല്ലാം കൊടുത്തോളൂ. കുട്ടി ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും. കാവലപ്പെടാതെ കുട്ടികളെ നമുക്ക് കൊണ്ടുപോകാം. എന്താ എന്താ എന്തോടെ പ്രശ്നം? മര്യാദക്ക് ഞങ്ങളുടെ കുട്ടികളെ തടവും. തനിക്ക് കംപ്ലൈന്റ് എടുത്താൽ കോടതി ഓർഡർ കേട്ടോളൂ. ഈ ഓർഡർ ജനസേവാ ശിശുഭവന്റെ അപേക്ഷ പ്രകാരം ഈ 4 കുട്ടികളുടെയും ഇനിയൊരു ഉത്തരവുണ്ടാവുന്നവരെയുള്ള സംരക്ഷണം ജനസേവാ ശിശുഭവൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവരെ ഞങ്ങള് ബലമായിട്ട് കൊണ്ടുവന്നുമല്ല. ആ കുട്ടികളെ തല്ലിയും കുത്തിയും തെണ്ടാൻ വിട്ട് കിട്ടുന്ന പണം മുഴുവനും വാങ്ങി തിന്നും കുടിച്ച് സൂഹിക്കുക അപ്പ അമ്മ എന്ന് പറയുന്ന ഇയാളും ഈ സ്ത്രീയും. ആ കുഞ്ഞുങ്ങള് വയറ് വശകം വിരന്ന് തിന്നണം. അതിന് സമ്മതിക്കാറില്ല ഈ നിൽക്കുന്നവര്. ആ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളതൊക്കെ മാത്രമല്ല, ഏതോ കുട്ടി തട്ടിക്കൊണ്ടു വന്നിട്ട് ദേഹമാസകാലം പൊള്ളിച്ച് ഭിക്ഷ എടുക്കുമ്പോ അത് കണ്ട നാട്ടുകാർ ഫോൺ ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. മനസാക്ഷിയുള്ളവർ ചെന്ന് നോക്ക്. ആ കുട്ടി ഹോസ്പിറ്റലിലെ കാലുകൾ വെന്ത് പൊള്ളി കിടപ്പുണ്ട്. ചെല്ലേ, ഞങ്ങൾ ആ കുട്ടിയോട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ വേദന കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്കാവില്ല. നിങ്ങൾ കാണണോ? മക്കളെ, കണ്ടില്ലേ, ഭിക്ഷാടന മാഫികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയ കുട്ടികളത്. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് ഈ കൂട്ടത്തില്. ഈ